വിശദമായ വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ പി സദാശിവവുമായി കൂടിക്കാഴ്ച നടത്തി. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകർ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാക്കിയെന്ന് കാണിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ അക്രമങ്ങളിൽ നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന തകർത്ത RSS അക്രമ സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് കൈമാറിയത്. വിധി പുറപ്പെടുവിച്ചതു മുതൽ സംസ്ഥാനത്തുണ്ടായ ആസൂത്രിതമായ അക്രമ പരമ്പരയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തീർത്ഥാടന കാലയളവിൽ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ സംഘപരിവാർ നടത്തിയ അക്രമങ്ങളെക്കുറിച്ചും വിശദമായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കുമെതിരായ അക്രമങ്ങളും അപവാദ പ്രചരണങ്ങളും റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. നിലവിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വിവരക്കണക്കുകളും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. അക്രമങ്ങളുടെ ചിത്രങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള സിഡികളും റിപ്പോർട്ടിന്റെ ഭാഗമായി ഗവർണർക്ക് കൈമാറിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR രജിസ്റ്റർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയും. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അസ്താനയും കേസിലെ മറ്റൊരു പ്രതി DCP ദേവേന്ദ്രകുമാറും നൽകിയ ഹർജികളിൽ ഉച്ചയ്ക്ക് 2:15 വിധി പറയുക. മാംസവ്യാപാരി മോയിൻ ഖുറൈഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ പ്രതി ചേർക്കാതിരിക്കാൻ ഹൈദരാബാദ് സ്വദേശിയായ സതീഷ് സനയിൽ നിന്ന് കോഴ വാങ്ങിയെന്നാണ് കേസ്. CBI തലപ്പത്ത് തർക്കങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായത് ഈ കേസാണ്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസെന്ന് വാദത്തിനിടെ ഇരുവരും ആരോപിച്ചിരുന്നു. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ വീണ്ടും നീക്കി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം. അലോക് വർമ്മയെ മാറ്റണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ സമിതി അംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെ ശക്തമായി വിയോജിച്ചു. അതേസമയം മൂന്നാമത്തെ അംഗമായ ജസ്റ്റിസ് AK സിക്രി പ്രധാനമന്ത്രിയുടെ നിലപാടിനൊപ്പം നിന്നു. CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ വീണ്ടും നിയമിച്ചു. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി തീരുമാനമെടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന യോഗത്തിലാണ് അലോക് വർമ്മയെ വീണ്ടും ഡയറക്ടർ സ്ഥാനത്ത് നീക്കാനുള്ള തീരുമാനമെടുത്തത്. അലോക് വർമ്മയെ നീക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി യോഗത്തിൽ സ്വീകരിച്ചപ്പോൾ യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജസ്റ്റിസ് AK സിക്രി അനുകൂലിച്ചു. വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ തുടരന്വേഷണം ആവശ്യമുണ്ടെന്ന നിലപാടും ജസ്റ്റിസ് സിക്രി സ്വീകരിച്ചു. മൂന്നാമത്തെ അംഗമായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനത്തോട് ശക്തമായി വിയോജിച്ചു. CVC അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ അലോക് വർമ്മയുടെ വിശദീകരണം കേൾക്കണമെന്ന് ഖാർഗെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഭൂരിപക്ഷ തീരുമാനം എതിരായതോടെ ഖാർഗെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. വർമ്മയെ പുറത്താക്കാനുള്ള മുൻകൂർ അജണ്ടയുമായാണ് യോഗം ആരംഭിച്ചതെന്ന് വിയോജനക്കുറിപ്പിൽ ഖാർഗെ രേഖപ്പെടുത്തിയതായാണ് വിവരം. അലോക് വർമ്മയെ ഫയർ ആൻഡ് സർവീസ് ഹോംഗാർഡ് DG ആയി നിയമിക്കും. 77 ദിവസം നിർബന്ധപൂർവ്വം അവധിയിൽ പ്രവേശിപ്പിച്ച അലോക് കുമാർ വർമ്മയ്ക്ക് ആകെയുള്ള ആശ്വാസം സുപ്രീം കോടതി വിധിയായിരുന്നു. എന്നാൽ 48 മണിക്കൂർ തികയും മുമ്പ് അദ്ദേഹത്തെ വീണ്ടും തലപ്പത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. റഫേൽ വിഷയത്തിൽ അന്വേഷണം നടത്താൻ അലോക് കുമാർ വർമ്മ തീരുമാനിച്ചു എന്ന കോൺഗ്രസ് ആരോപണത്തിന് ഇനി ശക്തി കൂടും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് ചരങ്ങാട്ട്. മുത്തലാഖ് വിഷയത്തിൽ വീണ്ടും ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് വീണ്ടും ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസ്സാകാത്തതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ജനുവരി 22 നിലവിലെ ഓർഡിനൻസ് കാലാവധി അവസാനിക്കും. ജനുവരി 22 ഓർഡിനൻസ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി വീണ്ടും ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. മുത്തലാഖ് ബിൽ രാജ്യസഭയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഡിസംബർ 27 ലോക്സഭയിൽ മുത്തലാഖ് ബിൽ പാസായെങ്കിലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് രാജ്യസഭയിൽ പാസാക്കാനായില്ല. 6 മാസമാണ് ഓർഡിനൻസിന് കാലാവധി. എന്നാൽ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച് 42 ദിവസത്തിനുള്ളിൽ ഓർഡിനൻസിന് പകരമുള്ള ബിൽ സഭയിൽ പാസാക്കിയെടുക്കണമെന്നാണ് ചട്ടം. ശൈത്യകാല സമ്മേളനം കഴിഞ്ഞതോടെ ഈ സാധ്യത കേന്ദ്രത്തിന് മുന്നിൽ അടഞ്ഞു. ഇതാണ് ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കിയത്. നേരത്തെ ഇറക്കിയ ഓർഡിനൻസിലെ നിയമങ്ങൾ തന്നെയായിരിക്കും പുതിയ ഓർഡിനൻസിലും ഉണ്ടാവുക. ബജറ്റ് അവതരണത്തിനായി ഫെബ്രുവരിയിൽ ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും പരിശ്രമിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കിഫ്ബി പദ്ധതികളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവലോകനം ചെയ്തു. കിഫ്ബി പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി അവ നടപ്പാക്കാൻ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതുവരെ 39,714 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. മൊത്തം 469 പദ്ധതികൾ. ഇതിൽ
939 കോടി രൂപയുടെ പദ്ധതികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. 7155 കോടി രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇതിനകം 1076 കോടി രൂപ വിവിധ വകുപ്പുകൾക്ക് കിഫ്ബി നൽകിയിട്ടുണ്ട്. ബാക്കി തുക ഓരോ പദ്ധതിയുടെയും പുരോഗതിക്കനുസരിച്ച് ലഭ്യമാക്കും. യോഗത്തിൽ മന്ത്രി ജി സുധാകരൻ, ചീഫ് സെക്രട്ടറി ടോം ജോസ്, കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ കെ എബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ രാജീവ് സദാനന്ദൻ, ഡോക്ടർ വിശ്വാസ് മേത്ത എന്നിവരും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തു. ഡിസിസി പ്രസിഡന്റുമാരുടെയും കെപിസിസി ഭാരവാഹികളുടെയും സംയുക്ത യോഗം ഇന്ന് കെപിസിസി ഓഫീസിൽ നടക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി, കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ലെറ്റർ പാഡ് തിരുത്തി വ്യാജരേഖയുണ്ടാക്കി സോളാർ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ വിധി ഇന്ന്. സോളാർ കേസിലെ മുഖ്യപ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ഈ കേസിലെ മുഖ്യപ്രതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പ്രതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിക്ക് കത്തയച്ചത് ദുരുപയോഗപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കത്ത് വന്ന മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡ് തിരുത്തി ഇവരുടെ കമ്പനിയുടെ സോളാർ പദ്ധതി സർക്കാർ അംഗീകാരമുള്ളതാണെന്ന് വ്യാജമായി എഴുതി ചേർത്ത് പ്രചരിപ്പിച്ചു. 75 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ശബരിമല വിഷയത്തിൽ ദുരുദ്ദേശപരമായി ഹർജി നൽകിയതിന് ഹൈക്കോടതി വിധിച്ച 25,000 രൂപ പിഴ ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ അടച്ചു. ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് വിഭാഗത്തിലാണ് ശോഭ പിഴ ഒടുക്കിയത്. പിഴ അടയ്ക്കില്ലെന്നും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നുമായിരുന്നു ശോഭ പരസ്യ നിലപാട് സ്വീകരിച്ചത്. സുപ്രീംകോടതിയെ സമീപിക്കുന്നത് തിരിച്ചടിയാകുമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് പിഴ അടച്ചതെന്നാണ് സൂചന. ശബരിമലയിൽ ഭക്തരെ പോലീസ് പീഡിപ്പിക്കുകയാണെന്നും തനിക്ക് നേരെയും പീഡനമുണ്ടായെന്നും മറ്റും ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ ഹൈക്കോടതി കടുത്ത നടപടി സ്വീകരിച്ചത്. ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് വിലയിരുത്തിയ കോടതി ഹർജി തള്ളി 25,000 രൂപ പിഴശിക്ഷ വിധിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ ശോഭ പരസ്യമായി തന്നെ രംഗത്തെത്തി. ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഗത്യന്തരമില്ലാതെ ഒടുവിൽ പിഴയൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് വിഭാഗത്തിൽ 25,000 രൂപ പിഴയൊടുക്കി രസീത് കൈപ്പറ്റി. വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി കോടതിയെ ഉപയോഗിക്കരുതെന്ന് താക്കീത് നൽകിയ ശേഷമായിരുന്നു ശോഭയ്ക്ക് ശിക്ഷ വിധിച്ചത്. ശോഭയുടെ അഭിഭാഷകൻ നിരുപാധികം മാപ്പപേക്ഷിച്ചെങ്കിലും ഹർജി പിൻവലിക്കാൻ പോലും അനുവദിക്കാതെ കോടതി ഹർജി തള്ളുകയാണ് അന്ന് ചെയ്തത്. അനാവശ്യവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഹർജികളുമായി എത്തുന്നവർക്കുള്ള സന്ദേശമായാണ് പിഴ ചുമത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി തള്ളിയതും ഹർജിക്കാരിക്ക് പിഴ വിധിച്ചതും ബിജെപി നേതൃത്വത്തിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. UDF-ൽ കയറിപ്പറ്റാനൊരുങ്ങി PC ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് PC ജോർജ് അറിയിച്ചു. അതൃപ്തി പ്രകടിപ്പിച്ച് ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തി. കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് PC ജോർജിനെ UDF-ൽ എടുക്കുന്നതിൽ എതിർപ്പുണ്ട്. ഇതറിയാവുന്ന ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈക്കമാൻഡ് വഴി UDF-ൽ പ്രവേശിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾക്കായി 9 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചതായും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്നതിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസുമായി ചേർന്ന് മുൻപോട്ട് പോവുകയാണ് അഭികാമ്യം എന്ന അഭിപ്രായം. അതേസമയം PC ജോർജിനോട് അയിത്തമില്ലെന്നും പക്ഷേ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും UDF സെക്രട്ടറിയായ ജോണി നെല്ലൂർ വ്യക്തമാക്കി. ജോർജ് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കയ്യിലെടുത്തുള്ള PC ജോർജിന്റെ നീക്കങ്ങളിൽ UDF നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കേരളത്തിലെ UDF നേതാക്കളുമായി വിശദമായ ചർച്ച നടത്തുമെന്ന് തന്നെയാണ് PC ജോർജ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള രാഷ്ട്രീയത്തിൽ ആർക്കും വേണ്ടാത്ത ചരക്കാണ് PC ജോർജ് എന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി പ്രിൻസ് ലൂക്കോസ്. നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയാണ് PC ജോർജിന്റെ എക്കാലത്തെയും നിലപാട്. നിറം മാറ്റം കൊണ്ടും നിലപാട് മാറ്റം കൊണ്ടും PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ മരയോന്താണ്.
കോൺഗ്രസുമായി സഹകരിക്കണമെന്ന ജോർജിന്റെ ആഗ്രഹത്തെ അസാധ്യമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂവെന്നും പ്രിൻസ് ലൂക്കോസ് പറഞ്ഞു. നിയമസഭയിൽ ബിജെപിക്കൊപ്പം ഇരുന്ന പി സി ജോർജ് ഇപ്പോൾ കോൺഗ്രസ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപഹാസ്യമാണെന്നും അഭയം കൊടുത്ത വീടിന്റെ കഴുക്കോൽ ഊരുന്ന കഥാപാത്രത്തിന്റെ വഞ്ചനയേക്കാൾ നീചമായ ചെയ്തികളുടെ ചരിത്രമാണ് പി സി ജോർജ് എന്നും പ്രിൻസ് ലൂക്കോസ് കുറ്റപ്പെടുത്തി. ഇടവേള. ശബരിമലയിലെ ശുചീകരണ ജോലികളിൽ വ്യാപൃതരായി മാതൃകയാവുകയാണ് വിശുദ്ധി സേനാംഗങ്ങൾ. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് ഇവരുടെ പ്രവർത്തനം. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ശബരിമല യുവതീ പ്രവേശന പ്രശ്നം നല്ല നിലയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രശസ്ത തമിഴ് കവിയത്രിയും എഴുത്തുകാരിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ സൽമ പറഞ്ഞു. ക്രമസമാധാനം നിലനിർത്താൻ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും നല്ല നിലയിലാണ് കൈകാര്യം ചെയ്തു വരുന്നതെന്ന് പ്രശസ്ത തമിഴ് കവിയത്രിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സൽമ. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കേണ്ടവർ അതിനെതിരെ അക്രമവും കലാപവും സൃഷ്ടിക്കുന്നത് ഖേദകരമാണ്. കലാപത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് ബിജെപിയും ആർഎസ്എസും ലക്ഷ്യമിടുന്നതെന്നും സൽമ വ്യക്തമാക്കി. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ശബരിമല യുവതീ പ്രവേശന പ്രശ്നം നല്ല നിലയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രശസ്ത തമിഴ് കവിയത്രിയും എഴുത്തുകാരിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ സൽമ പറഞ്ഞു. ക്രമസമാധാനം നിലനിർത്താൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സാധിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി. കൈരളി പീപ്പിൾ ടിവിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് സൽമ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. BJP trying to do something in this state. BJP Gundas, they are attacking women. They want to create problems, violence, but now everything is under the control. The Chief Minister is doing very good job, I think. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ബിജെപിയുടെ ശ്രമം. സുപ്രീംകോടതി വിധി അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായ സമീപനമാണ് ബിജെപിയുടേത്. The BJP, they want to create problem because of they are always doing this kind of problem because the vote bank. They want to enter in southern states, the Kerala. They want to enter. They want to get more votes. That's why they are creating problem. But this is the Supreme Court order verdict. തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിന് അനുകൂലമാണ്. ശബരിമലയിൽ വരുന്നവരെ ബിജെപി പ്രവർത്തകർ ആക്രമിക്കുന്നതിനാലാണ് കൂടുതൽ സ്ത്രീകൾ വരാത്തത്. തമിഴ്നാട്, so many people they are supporting this. Women are going to Sabarimala. Some women are also came here, but BJP workers and BJP party men they attacked them. എല്ലാവരും സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത്. സുപ്രീം കോടതി വിധി ഇതാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് സൽമ പറഞ്ഞു. So many people they are always fighting for gender equality, gender rights of our freedom, everything we want. But BJP want to create problem, the politicalized. യുവകലാസാഹിതിയുടെ സംസ്ഥാനതല സാംസ്കാരിക യാത്ര കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കവിയത്രി സൽമ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബരിമലയിലെ ശുചീകരണ ജോലികളിൽ വ്യാപൃതരായി മാതൃകയാവുകയാണ് വിശുദ്ധി സേനാംഗങ്ങൾ. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് ഇവരുടെ പ്രവർത്തനം. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനവും പരിസരവും പവിത്രതയോടെ കാത്തുസൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് വിശുദ്ധിസേന. ഈ സീസണിൽ 1000 അംഗങ്ങളാണ് വിശുദ്ധിസേനയിൽ ഉള്ളത്. 3 വിഭാഗങ്ങളായി വിഭജിച്ച ഇവർ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ഇതിൽ 330 പേരാണ് ഇപ്പോൾ സേവനവുമായി സന്നിധാനത്തുള്ളത്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ കീഴിൽ അയ്യപ്പ സേവാ സംഘം മുഖേനയാണ് ഇവരെ വിശുദ്ധിസേനയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും സന്നിധാനത്തെയും പരിസര പ്രദേശങ്ങളിലെയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിശുദ്ധിസേന ഏർപ്പെടുന്നുണ്ട്. நாங்கள் இங்கே வந்து ஐயப்பனை வந்து சேவை செய்ய வந்திருக்கிறோம். இங்கே வந்து நாங்கள் வந்து 60 நாளாச்சு. 60 நாளாக வந்து இங்கே வந்து 350 பேர் இங்கே சன்னிதானத்தில் மட்டும் வேலை செய்கிறோம். ஐயப்பா எங்களுக்கு நல்லா எந்த பிரச்சனையும் இல்லாமல் சாப்பாடு இருக்க விட எல்லாமே சாமி மூலிமா எங்களுக்கு எல்லாமே நல்லா கிடைக்குது. எங்களுக்கு எந்த பிரச்சனையும் இல்லை. நல்லபடியாக நாங்கள் வந்து சாமியை வந்து சாமி மரங்களுக்கு எல்லா உதவியும் நாங்கள் செஞ்சு தரோம். இங்கே இடம் வந்து எல்லாமே ஃபுல்லாக க்ளீன் பண்ணி தரோம். 9 സെഗ്മെന്റുകളായി തിരിഞ്ഞാണ് വിശുദ്ധിസേനയുടെ പ്രവർത്തനം. ഓരോ സെഗ്മെന്റിനെയും നിയന്ത്രിക്കുന്നത് വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരിൽ വില്ലേജ് ഓഫീസർമാർ, അസിസ്റ്റന്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരും ഉൾപ്പെടുന്നു. ജില്ലാ കളക്ടർ ചെയർമാനും അടൂർ RDO സെക്രട്ടറിയുമായുള്ള സാനിറ്റേഷൻ സൊസൈറ്റിയുടെ ചുമതലയിലാണ് കഴിഞ്ഞ 25 വർഷങ്ങളായി ശബരിമലയിലെ ശുചീകരണ ജോലികൾ നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.
ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുകയാണെന്ന് HAL ജീവനക്കാർ. സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിലൂടെ ശേഷിക്കുന്ന 90 റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നൽകണമെന്നും അഖിലേന്ത്യാ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ട്രേഡ് യൂണിയൻ കോഓർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നൽകണമെന്ന് HAL ജീവനക്കാർ ആവശ്യപ്പെട്ടത്. റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ HALന് സാധിക്കില്ലെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ശ്രമിക്കുകയാണെന്ന് ജീവനക്കാർ ആരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ NDA സർക്കാർ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ല. HALനെ തകർക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു വിമാനം പോലും ലഭിക്കാതെ NDA സർക്കാർ ദസോൾ ഏവിയേഷന് 20,000 കോടി രൂപ മുൻകൂറായി നൽകി. എന്നാൽ അതേസമയം നിർമ്മാണം പൂർത്തിയായി വിതരണം ചെയ്ത വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ വിലയായ 14,000 കോടി രൂപ HALന് ഇതേവരെ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. സർക്കാർ തങ്ങളുടെ പരാതി പരിഗണിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷനെ കാണേണ്ടി വന്നതെന്നും ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ റഫേൽ വിഷയത്തിൽ രാഹുലുമായി HAL ജീവനക്കാർ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് മേപ്പയ്യൂരിൽ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് സ്നേഹവീടൊരുക്കി CPIM. 6 മാസം കൊണ്ടാണ് നാട്ടുകാരുടെ സഹായവും പാർട്ടി പ്രവർത്തകരുടെ സേവനവും കാരണം വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. 5 വീടുകളുടെ താക്കോൽ ജനുവരി 14-ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൈമാറും. കോഴിക്കോട് ജില്ലയിലെ CPIM മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 5 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മേപ്പയ്യൂർ പ്രദേശത്തെ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്കുള്ള വീടുകൾ സ്നേഹവീട് എന്ന പേരിലാണ് കൈമാറുക. തയ്യുള്ളതിൽ ബാബു, പാവട്ടുകണ്ടി ബാബു, പടിഞ്ഞാറയിൽ ബാലകൃഷ്ണൻ, നരിയാമ്പുറമ്പത്ത് ലക്ഷ്മി, വലിയ പറമ്പിൽ കുഞ്ഞികൃഷ്ണൻ എന്നിവർക്കാണ് വീട് സ്വന്തമാകുന്നത്. മരത്തിൽ നിന്ന് വീണ് 15 വർഷമായി അരക്ക് താഴെ തളർന്നു കിടപ്പിലായ ബാലകൃഷ്ണന് വീടെന്നത് സ്വപ്നം മാത്രമായിരുന്നു. അത് സ്വപ്നം തന്നെയാണ്. ഞാൻ വിചാരിക്കാതെ സൗകര്യം എനിക്ക് പാർട്ടിക്കാർ എടുത്തിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ അപ്പോഴേക്കാൻ വീണ് 15 കൊല്ലമായി 16 കൊല്ലം. അപ്പം എനിക്ക് സന്തോഷമുണ്ട്. വേറെ എനിക്ക് പറയാനില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ 6 മാസം കൊണ്ട് വീട് പൂർത്തിയാക്കാൻ സഹായമായെന്ന് മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP രാധാകൃഷ്ണൻ പറഞ്ഞു. CPMന്റെ മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ആലോചിച്ചപ്പോൾ അതിൽ നിർബന്ധമായിട്ടും തുല്യമായി പരിഗണിക്കേണ്ട 5 വീടുകളുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 വീടുകൾ ഒന്നിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ നിർമ്മാണം നമ്മൾ 6 മാസക്കാലം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ആ 5 വീടുകളുടെ നിർമ്മാണം. അതുപോലെ തന്നെ ഇത് തറക്കല്ലിട്ടത് മന്ത്രി TP രാമകൃഷ്ണനായിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിലൊക്കെ നമുക്ക് വലിയ സഹായമാണ് ഭോജനങ്ങൾ ലഭിച്ച്. സന്നദ്ധ സംഘടനകളുടെ വ്യക്തികൾ അവരൊക്കെ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കുകയുണ്ടായി. ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു നൽകാൻ CPIM സംസ്ഥാന സമ്മേളനമാണ് തീരുമാനമെടുത്തത്. എന്നാൽ ജനകീയ പിന്തുണയിൽ മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരേ സമയം 5 വീടാണ് യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേള. BJP ദേശീയ കൌൺസിൽ യോഗത്തിന് ഇന്ന് ദില്ലിയിൽ തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് യോഗം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12,000-ഓളം പ്രതിനിധികൾ 2 ദിവസം നീണ്ടുനിൽക്കുന്ന കൌൺസിലിൽ പങ്കെടുക്കും. രാംലീല മൈതാനിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത് ഷായും പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പ്രസംഗിക്കും. നാളെ രാവിലെ മുതൽ നടക്കുന്ന ദേശീയ കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി മുഴുവൻ സമയവും പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൌൺസിലിൽ ചർച്ചയാകും. ഗാന്ധിജിയുടെ 150-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന രക്തസാക്ഷ്യം പരിപാടിക്ക് പാലക്കാട് തുടക്കമായി. ഗാന്ധിജിയുടെ പാദമുദ്രകൾ പതിഞ്ഞ ശബരി ആശ്രമത്തിൽ സെമിനാറുകളും പ്രദർശനങ്ങളുമെല്ലാമായി 5 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെയും ദർശനങ്ങളുടെയും സമകാലിക പ്രസക്തി പുതുതലമുറയ്ക്കായി പകർന്നു നൽകുന്നതിനാണ് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം എന്ന പേരിൽ 150-ാം ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതരേഖയും സന്ദേശങ്ങളും അടയാളപ്പെടുത്തുന്ന ചരിത്ര പ്രദർശനവും കളിമൺ പാത്രങ്ങളുടെയും ഖാദി വസ്ത്രങ്ങളുടെയും സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ വീഡിയോ കോൺഫറൻസിലൂടെ രക്തസാക്ഷ്യം ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം. രാജ്യം ഈ സാമൂഹ്യ പ്രശ്നത്തിൽ സാക്ഷിയായ ഏറ്റവും മഹത്തായ ത്യാഗമായിരുന്നു അത്. ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം ആ രക്തസാക്ഷിത്വ അനുസ്മരണ ഏറ്റവും പ്രസക്തമാക്കുന്നു.
നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഭീകരസംഘങ്ങൾ തെരുവിലിറങ്ങുന്ന കാലത്തെ ഗാന്ധിജിയുടെ സ്മരണ പ്രതിരോധമായിരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. നിയമവാഴ്ചയെ പരാജയപ്പെടുത്താൻ ആൾക്കൂട്ട ഭീകരതയെ ഉപാസിക്കുന്നവരെയാണ് അദ്ദേഹം ശത്രുവായി കണ്ടത്. നവഖാലിയിലെ ചേരുകളിൽ നഗ്നപാതനായി അദ്ദേഹം നടന്നത് ആൾക്കൂട്ട ഭീകരതയെ പരാജയപ്പെടുത്താനായി. നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഭീകര സംഘങ്ങൾ ഇന്നും തെരുവിലിറങ്ങുമ്പോൾ ഗാന്ധി സ്മരണ നമുക്ക് പ്രതിരോധമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മകളും വിവിധ കലാപരിപാടികളും ശബരി ആശ്രമത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതക കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെതിരായ കേസിൽ വിധി ഇന്ന്. പഞ്ച്കുള സിബിഐ പ്രത്യേക കോടതിയിലെ ജഡ്ജി ജഗദീപ് സിംഗ് ആണ് വിധി പ്രസ്താവിക്കുക. ബലാത്സംഗ കേസിൽ 2017 ശിക്ഷിക്കപ്പെട്ട റാം റഹീം സിംഗ് ഇപ്പോൾ തടവിലാണ്. പുരാസച്ച് ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന രാംചന്ദർ 2002 കൊല്ലപ്പെടുന്നത്. പാലക്കാട് വീണ്ടും കള്ളനോട്ട് വേട്ട. 3.5 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി ഒരാൾ പിടിയിലായി. കഴിഞ്ഞ ദിവസം ചെറുപ്പളശ്ശേരിയിലും കള്ളനോട്ട് പിടികൂടിയിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് തൃക്കടീരി കീഴൂർ സ്വദേശി സജീർ മോൻ പിടിയിലായത്. 2000 രൂപയുടെ 176 നോട്ടുകളാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത്. അരക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു നോട്ടുകൾ. കഴിഞ്ഞ ദിവസം കോതക്കുറിശ്ശിയിൽ വെച്ച് കള്ളനോട്ടുമായി പിടിയിലായ റിൻഷാദിന്റെ ബന്ധുവാണ് സജീർ മോൻ. റിൻഷാദിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സജീർ മോൻ പിടിയിലായത്. സജീർ മോന് അന്തർ സംസ്ഥാന കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഒറ്റപ്പാലത്ത് മാത്രം ചെറുതും വലുതുമായ കേസുകളിൽ 5.5 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുകളാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ചെറുപ്പുളശ്ശേരിയിൽ കള്ളനോട്ടുകളുമായി മലപ്പുറം സ്വദേശി പിടിയിലായിരുന്നു. കള്ളനോട്ടുകളുടെയും കള്ളപ്പണത്തിന്റെയും അന്തർ സംസ്ഥാന റാക്കറ്റുകളുടെ ഇടത്താവളമായി പാലക്കാട് മാറുന്നുവെന്നാണ് തുടർച്ചയായ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫേസ്ബുക്ക് പേജിന് 1 മില്യൺ ലൈക്ക് നേടി സോഷ്യൽ മീഡിയ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച് കേരള പോലീസ്. ന്യൂയോർക്ക് പോലീസിന്റെ പേജിനെ മറികടന്നാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഈ നേട്ടം. നവമാധ്യമങ്ങളിലെ ആരോഗ്യപരമായ ഇടപെടലുകൾക്ക് മികച്ച ഉദാഹരണമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ട്രോളുകളുടെയും വീഡിയോകളുടെയും രൂപത്തിൽ അവതരിപ്പിച്ച ആശയം വൻ ഹിറ്റായതോടെയാണ് കേരള പോലീസ് പുതുചരിത്രം സൃഷ്ടിച്ചത്. ഇതായിരുന്നു കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് 1 മില്യൺ ലൈക്ക് നേടി എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. സോഷ്യൽ മീഡിയ വഴി പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ട്രാഫിക്, സൈബർ സംബന്ധമായ ബോധവൽക്കരണവും നിയമകാര്യങ്ങൾ എന്നിവ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് കേരള പോലീസ് ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചതോടെ വൻ ജനപിന്തുണയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിന് ലഭിച്ചിരിക്കുന്നത്. പേജിൽ ട്രോളുകളുടെയും വീഡിയോകളുടെയും രൂപത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ വൻ ഹിറ്റായതോടെയാണ് ലോകോത്തര പോലീസ് പേജുകളെ പിന്നിലാക്കി കേരള പോലീസ് ഈ നേട്ടം കൊയ്യുന്നത്. നവമാധ്യമങ്ങളിലെ ആരോഗ്യപരമായ ഇടപെടലുകളുടെ മികച്ച ഉദാഹരണമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യപരമായ ഇടപെടൽ എത്രമാത്രം മേന്മയോടെ നടത്താൻ കഴിയുമെന്നതിൻ്റെ ഉത്തമമായ നിദർശനമാണ് കേരള പോലീസിൻ്റെ നവമാധ്യമ രംഗത്തെ ഇടപെടൽ. കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഫേസ്ബുക്ക് ഇന്ത്യ മേധാവി സത്യ യാദവ് മുഖ്യമന്ത്രി പിണറായി വിജയന് അംഗീകാരം കൈമാറി. സുരക്ഷിതമായ യാത്രയെക്കുറിച്ച് റെയിൽവേ പോലീസ് തയ്യാറാക്കിയ ബോധവൽക്കരണ ഹ്രസ്വചിത്രത്തിന്റെ സിഡിയും മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഡിജിപി ലോക്നാഥ് ബെഹ്റ, എഡിജിപിമാരായ മനോജ് എബ്രഹാം, അനിൽകാന്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇത്തിൾ കണ്ണികളെ ആശ്രയിച്ചു കഴിയുന്ന അപൂർവം ജീവികളിൽ ഒന്നാണ് വിലാസിനി ചിത്രശലഭങ്ങൾ. വയനാട്ടിലാണ് ധാരാളം കാണുന്നതെങ്കിലും കേരളത്തിൽ മറ്റിടങ്ങളിലും ഇവ അതിഥികളായി എത്താറുണ്ട്. വേനൽ കടുത്തതോടെ കണ്ണൂർ ഉദയഗിരി വായ്ക്കമ്പ പുഴയിലും വിലാസിനി ചിത്രശലഭങ്ങൾ ധാരാളമായി എത്തി. വലുപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും സൗന്ദര്യത്തിൽ മുന്നിലാണ് വിലാസിനി ചിത്രശലഭങ്ങൾ. ചുവന്ന വലിയ പൊട്ടുകളും സ്വർണ്ണവർണ്ണ നിറവുമായി പറന്നു നടക്കുന്നത് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ്. ചിറകു വിടർത്തിയാൽ കാണുന്നത് വെളുപ്പോ അല്ലെങ്കിൽ നീല കലർന്ന വെളുപ്പ് നിറമോ ആണ്. ചിറകിന്റെ മേൽഭാഗത്തെ ഇളം പിങ്ക് നിറത്തിലുള്ള പൊട്ടുകൾ ആരെയും ആകർഷിക്കും. ആതിഥേയ വൃക്ഷങ്ങളുടെ ഭക്ഷണം തട്ടിയെടുത്ത് വളരുന്ന ഇത്തിൽ കണ്ണികളിലാണ് ഇതിന്റെ ലാർവകൾ വളരുന്നത്. ശരീരത്തിൽ വിഷാംശമുള്ളതിനാൽ ഇരപിടിയന്മാർ ഇവയെ ഒഴിവാക്കാറുണ്ട്. വേനൽ കടുത്തതോടെ വെള്ളം തേടി ഉദയഗിരി വായിക്കമ്പ പുഴയിലെത്തിയപ്പോൾ നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി.
അരിപ്പൂ, മാവ്, നായ്ത്തുമ്പ തുടങ്ങിയ സസ്യങ്ങളിൽ തേൻ നുകരുവാൻ എത്തുന്ന ഈ ശലഭങ്ങൾ തോട്ടങ്ങളിലും നിത്യ സന്ദർശകരാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.